വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. അയ്യോ റിനി, ഇങ്ങനെ ഒന്നും വെളിപ്പെടുത്തരുതേ, എന്നെ ഒന്നും ചെയ്യരുതേ. റിനിയുടെ വെളിപ്പെടുത്തൽ കേട്ട് കേരളം ഞെട്ടും. നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ നാളെ കേരളത്തെ ഇളക്കി മറിക്കാൻ ഒരു വൻകിട പദ്ധതി ഈ മന്തക്കാട് ഗ്രാമത്തിൽ നടപ്പാക്കാൻ പറയണേ. എന്ത് പദ്ധതി? പ്ലീസ് വെളിപ്പെടുത്തരുതേ എന്ന് പറയുന്ന പാവാട ആണുങ്ങളെ നീ കണ്ടു കാണും. നല്ല ആണുങ്ങളെ കാണാത്തത് കൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള ഭീഷണി എടുക്കുന്നത്. വീട്ടിൽ വെച്ചാൽ മതി. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. ചില കാര്യങ്ങൾ ആൾക്കാർ താങ്ങില്ലെന്നോ. ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകള് പറയല ഇവന്റെയൊക്കെ ഹോബി. പറയണേ, ആരാണ് റിനി? നീ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ള ആരോപണം കൊണ്ടുവരുന്നതിന് മുമ്പ് റിനി ആർക്കറിയാം? 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയിൽ സൈഡ് റോൾ ചെയ്ത, മൈനർ റോൾ ചെയ്ത, അല്ലാതെ എന്തോന്ന് കലാ പാരമ്പര്യം ഉണ്ട് നിനക്ക്? അവന്റെ ഒരു സത്യം പറച്ചില് ഇതൊക്കെ പറഞ്ഞ് നാഷണൽ മീഡിയ വരെ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ. നീ ആരാന്നാണ് റിനി ഇതിന്റെ വിചാരം? ഇങ്ങനെ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. റിനി എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തു. ഞാൻ തിരിച്ചറിയ വ്യാജ പരാതിക്കെതിരെ ഒരു പരാതി കൊടുത്തപ്പോ റിനി കൃത്യമായി പോലീസിനടുത്ത് വരേണ്ടി വരും. അതുകൊണ്ട് റിനി ഈ ഭീഷണിയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. അത് നിന്റെ കൈ ഇരുന്നാൽ മതി. നശിപ്പിച്ചില്ലേ? അയ്യോ, ഇനിയിപ്പൊ അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇനി നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു മനുഷ്യനും സാധ്യമല്ല. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെയോ? പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞേ. ഈ നാട്ടിലെ നീ കോടതി നിയമവും നീതി സംവിധാനവും ഇല്ലാന്ന് വിചാരിക്കരുത്. അതായത് കളിക്കാൻ കുറച്ച് മീഡിയക്കാരും പുറകെ സപ്പോർട്ട് ചെയ്യാൻ CPM ഉണ്ടെന്ന് വിചാരിച്ചാൽ ഈ നാട്ടിലെ ആണുങ്ങളെ ഭീഷണിപ്പെടുത്തി മൂക്ക് കേട്ടാന്ന് വിചാരിച്ചാലേ അത് റിനി നീ അറിയാം അതിന്റെ സാധനം. നല്ല റിനി, എനിക്ക് അവരുടെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. പാര വെച്ചിട്ട് കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും. ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അയ്യോ തന്നെ പിടിച്ചു നിൽക്കണ്ട. ആരെങ്കിലും നിർബന്ധിച്ചാ പിടിച്ചു നിൽക്കാൻ? അത്രയും വേണോ സാർ? വേണം. വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ പറ. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. തെളിവുള്ള ഒരു ആരോപണം പറ. നിന്റെ കള്ള പരാതി പോലീസുകാർ നിന്നെ സാക്ഷിയാക്കാണ് ചെയ്തത്. നിന്റെ പരാതിയിൽ മെറിറ്റ് ഇല്ലെന്നുണ്ട് കേരള പോലീസ് നിന്നെ കൂടെ രക്ഷിക്കാൻ CPM ഒത്തു കളിക്കുന്നുണ്ട്. മെറിറ്റ് ഇല്ലാത്തതുകൊണ്ട് നിന്നെ സാക്ഷിയാക്കാണ് ചെയ്തത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കുറെ നേരമായല്ലോ നീ കിടന്ന് ഉണ്ടാൻ തുടങ്ങിയിട്ട്. വന്ന് ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ, ഈ രീതിയിൽ എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത്. നീ ആരാണ്? നീ ആരാന്നാണ് നിന്റെ വിചാരം? നീ ആരാണ്? കേരള സമൂഹത്തിൽ നിന്റെ എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട്? കലാരംഗത്ത് എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട്? ആരാണ് നീ? നിന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് ആരാണ് നീ? എന്റെ പണി. പക്ഷെ ഈ ജാതി സൂക്കേടോട്ട് എന്റെ അടുത്ത് വരണ്ട, ഞാൻ അതിനുള്ള ആളല്ല. പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ, ഇതുപോലുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരും. നീ ഞൊട്ടും. താൻ പറിക്കും, പഴം പറിക്കും. നിറച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ചീത്തയായാൽ ഞാൻ മഹാ ചീത്തയാ. ഈ തള്ളയുടെ ധിക്കാരം അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വൈരായി ജീവിക്കാൻ പറ്റില്ല. CPM സർക്കാർ ഇന്നല്ലെങ്കിൽ നാളെ മാറും. എല്ലാ കാലത്തും ഒന്നും രക്ഷിക്കില്ല. അല്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിയും ഒക്കെ ഉണ്ട്. നീ ഏതെങ്കിലും ഒരു ആണിനെതിരെ ഒരു കള്ളപ്പരാതി പറയുകയാണെങ്കിൽ നിന്നെ ജയിലിലാക്കട്ടെ ഞാൻ തിരിച്ചു പോകും. ഓർത്തു വെച്ചു. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളെ ലൈക്കായും ഷെയറായും സബ്സ്ക്രൈബായും ഒക്കെ തന്നേക്കണേ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.